വെറും 10 മിനിറ്റ് കൊണ്ട് അടിപൊളി നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ നമുക്ക്. ഓക്കെ, ഹായ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന നെയ്ച്ചോറാണ്. ഇത് വീഡിയോ ഒരാഴ്ചയായി എടുത്തിട്ട് നമ്മൾ നെന്മാറ റവയിലേക്ക് എടുത്ത വീഡിയോ ആണ്. കാരണം പിന്നെ എനിക്ക് പനി വന്ന് കിടന്നു, ഇപ്പോഴും ശരിയായിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തത്. അപ്പോൾ നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ പറയുക, വളരെ എളുപ്പത്തിൽ എന്താ പറയുക, അരമണിക്കൂർ കൊണ്ട് വേഗം ഉണ്ടാക്കിയെടുക്കാം നെയ്ച്ചോറും. പിന്നെ എല്ലാവരും കുക്കറിലൊക്കെ തയ്യാറാക്കും, പക്ഷേ എനിക്ക് കുക്കറിൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഒന്നാമത് എനിക്ക് അത് ശരിയാവും, ഉണ്ടാക്കി നോക്കി ശരിയാവുമായിരിക്കും, പക്ഷെ എനിക്ക് വേഗം എളുപ്പം വേഗം അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് ഇഷ്ടം. അപ്പം ഞാനൊരു 3 കിലോ അരിയാണ് വെക്കാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ ആദ്യം തന്നെ പാത്രമൊക്കെ അടുപ്പിലൊക്കെ വെച്ച് എണ്ണയൊക്കെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കുമായിരുന്നു. നല്ല ചൂടായിരുന്നു അവിടെ, കാരണം ഞങ്ങളുടെ വീട് തന്നെ പാറൻ്റെ മേലെയാണ്. പിന്നെ നമ്മൾ വെളിയിലാണ് അടുപ്പ്, അപ്പോൾ ഷീറ്റൊന്നുമില്ല. അപ്പോൾ ഈ പാറേൻ്റെ ചൂടും കാലൊക്കെ നിന്ന് അവിടെ നിന്ന് പൊള്ളുമായിരുന്നു, അത്രയും ചൂടായിരുന്നു. ആ ചൂട്ടിലാണ് നമ്മൾ ഈ വീഡിയോ എടുത്തതും വെച്ചതും. അപ്പോൾ എന്താ പറയുക, അധികം ഞാൻ എന്താ പറയുക, അരി വേവിക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്നതൊക്കെ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. കാരണം അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, തീൻ്റെ ചൂട് പിന്നെ പാറൻ്റെ വെയിൽ കൂടി നന്നായി ചൂടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിൽ തെറ്റുണ്ടെങ്കിൽ പരമാവധി എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ഉള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി മൂപ്പിക്കാനൊന്നും നിന്നില്ല, മേലെ ചോറായിട്ട് മേലെ ഇടാനായിരുന്നു. അധികം മൂപ്പിച്ചൊന്നുമില്ല, അധികം കളറൊന്നും വന്നില്ല. അപ്പോൾ ചൂട് കൊണ്ട് വേഗം ഞാൻ എടുക്കുമായിരുന്നു. പിന്നെ ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് മാറ്റി വെച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ വലിയ ഉള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായി മൂപ്പിച്ചെടുത്തിട്ട് ശരിക്കും ബ്രൗൺ കളർ വരണം, പക്ഷെ ഞാൻ അധികം ലൈറ്റ് ആകുമ്പോഴേക്കും എടുത്തു. അതിന് ശേഷം നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ബീ ലീഫ്, ഇങ്ങനെ പെരിഞ്ചീരകം, അതൊക്കെ ഇട്ട് നന്നായി ആ എണ്ണയിൽ തന്നെ നന്നായി ചൂടാക്കി എടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ, ചിക്കൻ എല്ലാത്തിനും വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചെടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി ഇത് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി ആ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. മാറുന്ന വരെ ഇളക്കി കൊടുത്താലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ പുതിയതായി ആരെങ്കിലും വീഡിയോ കാണുന്നവരുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ വലിയുള്ളി കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിട്ട് നന്നായി വഴറ്റിയെടുക്കണം. കുറച്ച് അതിൻ്റെ ഒപ്പം തന്നെ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് വേണം വഴറ്റാൻ, അപ്പം നമുക്ക് വേഗം ആവും. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് തൈര് ഒഴിക്കണം. അതായത് തൈര്, പിന്നെ നാരങ്ങ നീരുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീരും ചേർക്കുക. കാരണം നമ്മുടെ ചോറ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് നമ്മളിത് ചേർക്കുന്നത്. പിന്നെ ബാക്കി വന്ന നമ്മൾ കഴുകി അരിച്ച് വെച്ച വെള്ളം ഊറ്റി വെച്ച അരിയായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി. അപ്പോൾ ചിലവർ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടായിരിക്കും തിളച്ചിട്ടായിരിക്കും വേഗം വയ്ക്കുക. അങ്ങനെ ഞാൻ വേഗം വെച്ച് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഈ മൂടിയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഭാഗം സ്കിപ്പ് ചെയ്തു, അത്ര ചൂടായിരുന്നു. അപ്പോഴേക്കും നെയ്ച്ചോറ് റെഡിയായി. ഞാൻ ബാക്കിയുള്ള ഐറ്റംസ് നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, അതേപോലെ പുതിന എല്ലാം ഇട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.